നമസ്കാരം. തിരുവനന്തപുരത്തിൻ്റെ ആരാധ്യനായ എം.പി. ശശി തരൂർ പല കാര്യങ്ങളിലും നിഷ്പക്ഷമായ അഭിപ്രായം പറയാറുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രബോധമുണ്ട്. രാഷ്ട്രീയത്തെക്കാൾ ഉപരി, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തെക്കാൾ ഉപരി അദ്ദേഹം ഒരു ശക്തമായ ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേരെ എറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഒരു സാധാരണ അംഗത്തെ പോലെ ഈ രീതിയിൽ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുവാൻ നോക്കുന്നത്? വളരെ തരമായ രീതിയിൽ വിഷയത്തെ സമീപിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും യുക്തിഭദ്രമായിട്ട് എതിർക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് എന്ന വളരെ കൃത്യമായ ഒരു അഭിപ്രായ പ്രകടനം ചെയ്യുകയുണ്ടായി. അതിനെതിരെ ശക്തമായ രീതിയിൽ KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിനിധികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി 2014 ശേഷം ഈ NDA സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുക്കുന്ന സമീപനം എന്താണ്? പാർലമെൻറ്റ് ഈ രാജ്യത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്, പരിശ്രമിക്കാൻ വേണ്ടിയാണ്, അത് ചർച്ച ചെയ്യാനും നിയമനിർമ്മാണം നടത്തുവാനും വേണ്ടിയാണ് ഞാനും നിങ്ങളും കൂടി ചേർന്ന് MP മാരെ തിരഞ്ഞെടുത്തേക്കുന്നത്. ഒരു സെഷൻ പോലും മാന്യമായി പാർലമെൻറ്റിൽ വിഷയാവതരണം നടത്തിക്കൊണ്ട് സംസാരിക്കുവാനോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്തുവാനോ ശ്രമിക്കാതെ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ ജനാധിപത്യ വിരുദ്ധ മാർഗമാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? കാലാകാലങ്ങളിലായി ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെ വന്ന ആരോപണം അഴിമതിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്, നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിനെതിരെ പോലും അഴിമതി ആരോപണം കൊണ്ടുവന്നു. മുണ്ട്ര അരി കുംഭകോണത്തെക്കുറിച്ച് പാർലമെൻറ്റിൽ സൂചിപ്പിച്ചത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ മരുമകനായ ഫിറോസ് ഗണ്ഡി ആയിരുന്നു, രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പനായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ആ വിഷയങ്ങൾ മുതൽ കോമൺവെൽത്ത് ഗെയിംസ് വരെയുള്ള വിഷയങ്ങളെ പരിശോധിച്ചാൽ കൊടിയ അഴിമതിയുടെ കാലഘട്ടമായിരുന്നു 2014 വരെ. പക്ഷെ 2014 ശേഷം ഇതുവരെ ഒരു അഴിമതി ഏതെങ്കിലും പാർലമെൻറ്റ് അംഗത്തിന് എതിരെയോ ഏതെങ്കിലും കേന്ദ്രമന്ത്രിസഭയിലെ അംഗത്തിനെതിരെയോ ശ്രീ നരേന്ദ്രമോദിക്കെതിരെയോ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇവർ പാർലമെൻറ്റിൻ്റെ സമ്മേളനത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് ജനാധിപത്യ വിരുദ്ധ മാർഗമാണ്. ശശി തരൂർ പറഞ്ഞത് 100% ശരിയാണ്. ശശി തരൂർ ലോകം കണ്ട ഒരു വിശ്വപൗരനാണ്. UN സഭയിലൊക്കെ അല്ലെങ്കിൽ ആ സംഘടനയിലെ ഓർഗനൈസേഷനിൽ അദ്ദേഹം പ്രവർത്തിച്ച ആളാണ്. ലോകം മുഴുവനുള്ള രാജ്യങ്ങളുടെ പാർലമെൻറ്റുകൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയാം എന്താണ് വേണ്ടത്. തികച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിയാണ്. വളരെ നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ ചർച്ച നയിക്കുന്നതോ അല്ലെങ്കിൽ പെരുമാറുന്നതോ. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമുള്ള ആളുകളെ പോലും അനുസരിക്കാതെ, അത് ഓം ബിർളയാണെങ്കിലും ശരി, നമ്മുടെ ഉപരാഷ്ട്രപതി ആണെങ്കിലും ശരി, സഭാനാഥന്മാരെ അനുസരിക്കാതെ പലപ്പോഴും ഒരു വൃത്തികെട്ട തെരുവിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ പോലെയുള്ള ഭാഷാപ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷാ ശൈലിയുമാണ് പാർലമെൻറ്റിൽ ഉപയോഗിക്കുക. സ്വന്തം കുടുംബമാണ് പാർലമെൻറ്റ് ധരിച്ചു പോകുന്നു എനിക്ക് സംശയം തോന്നാറുണ്ട്. ഇതല്ല ഒരു പാർലമെൻറ്റേറിയനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ട അവരുടെ പ്രശ്നങ്ങളെ സമഗ്രമായി ചർച്ച ചെയ്യണം. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രേഖപ്പെടുത്താനുള്ള മാർഗമുണ്ട്. എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള മാർഗമുണ്ട്. പക്ഷെ ഒന്നിനും സമ്മതിക്കില്ല. ഒരു ചർച്ചയും പാർലമെൻറ്റിൽ നടക്കില്ല. ജനകീയ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വാസ്തവത്തിൽ ഇന്ത്യയിലെ വോട്ടർമാരെയാണ് വെല്ലുവിളിക്കുന്നത്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന തികച്ചും ഒരു ഏകാധിപത്യ ഫാഷിസ്റ്റ് ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അവർ ചിന്തിക്കും. ഒരു വലിയ മഹാപണ്ഡിതന്മാർ, എല്ലാ ആളുകളും മഹാപണ്ഡിതന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. വിദ്യാഭ്യാസമുള്ള സാമാന്യ ജനങ്ങൾ ബോധിക്കും. ഇതിനു വേണ്ടിയാണോ ഞാൻ എൻ്റെ MP തിരഞ്ഞെടുത്തയച്ചത്? ഇത്രയും കാലം വയനാട്ടിൽ നോക്കൂ, എന്തെല്ലാം മഹാദുരന്തങ്ങളുടെ പട്ടിക ഒന്നൊന്നായി വരികയാണ്. നേരത്തെ ജ്യേഷ്ഠൻ, ഇപ്പോൾ സഹോദരി. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു? അവരുടെ ടൂറിസ്റ്റ് പ്ലേസായി മാറിയിരിക്കുന്നു. അവർക്ക് വേനൽക്കാലത്ത് വന്ന് തമ്പടിക്കാനോ അല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന്
ഗസ്റ്റായിട്ട് വന്ന് പോകാനുള്ള ഒരു സ്ഥലമായി സ്വന്തം മണ്ഡലം മാറിയിരിക്കുന്നു. ഈ രീതിയിലേക്ക് പാർലമെൻ്ററി സംവിധാനത്തെ അധപ്പതിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് രാഷ്ട്രം മുന്നോട്ട് പോകുക? ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം. 1962 ചൈനീസ് യുദ്ധം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചൈനയുടെ യുദ്ധം അപ്രതീക്ഷിതമായി ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അന്ന് ഒരു പാർലമെൻ്ററി സമിതിയിലും അംഗമല്ലാതിരുന്ന RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലക് മാധവ് സദാശിവ ഗോൾവക്കറെ പ്രത്യേക വിമാനം അയച്ച് നാഗപ്പൂരിൽ നിന്ന് വിളിച്ചു വരുത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും 3 സേനാ തലവന്മാരും ഇരിക്കുന്ന മീറ്റിങ്ങിലേക്ക് ഒരു സാമൂഹ്യ സേവന സംഘടനയുടെ ആളിനെ വിളിച്ചു വരുത്തി. അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സംഘം നെഹ്റുവിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. രാഷ്ട്രമാണ് വലുത്. 15,000 RSSൻ്റെ പ്രവർത്തകരെ പട്ടാളക്കാരെ സഹായിക്കാൻ പിറ്റേ ദിവസം മുതൽ വിട്ടുതുടങ്ങി. പട്ടാളക്കാർക്ക് ആഹാരം കൊടുക്കാൻ, മുറിവേറ്റ് വരുന്ന പട്ടാളക്കാർക്ക് രക്തം കൊടുക്കാൻ 10,000-കണക്കിന് RSS പ്രവർത്തകർ. ഡൽഹിയിലെ പോലീസ് ചെയ്തിരുന്ന സേവനങ്ങൾ, ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടെയുള്ളവ RSS പ്രവർത്തകർ ഏറ്റെടുത്തു. അങ്ങനെ ഒരു ഭൂതകാലമുണ്ട് ഭാരതത്തിന്. അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ ആക്രമണം 1965 പാകിസ്ഥാൻ ആക്രമണ സമയത്ത് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ദുർഗയെ പോലെയാണ്, ഈ ദുർഗയുടെ മുമ്പിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും, ബാക്കി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെക്കുന്ന. ആദ്യം രാഷ്ട്രമുണ്ടെങ്കിലേ അതിനെക്കുറിച്ച് ചർച്ചയുള്ളൂ, രാഷ്ട്രീയമുള്ളൂ. ഇപ്പോൾ രാഷ്ട്രമില്ലെങ്കിലോ രാഷ്ട്രീയമില്ല. ഇത് മനസ്സിലാക്കണം. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അവരുടെ ആ പാരമ്പര്യമെങ്കിലും ഒന്ന് പഠിക്കണം. പ്രതിപക്ഷത്തിൻ്റെ ചുമതല എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കുക എന്നല്ല, ഒരു ഗവൺമെൻറ്റിനെ തിരുത്തുക എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് തെറ്റ് ചെയ്താൽ ആ ഗവൺമെൻറ് തിരുത്തേണ്ട ബാധ്യത രാഹുൽ ഗാന്ധിക്കൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ചുമതല പോലും ഏറ്റെടുക്കാതെ ഒരു തെരുവ് ഗുണ്ടയെ പോലെ, ആ വാക്കുപയോഗിച്ചാൽ ക്ഷമിക്കണം, ആ രീതിയിൽ തെരുവിലടി ചെറുപ്പക്കാർ നടത്തുന്ന വാഗ്വാദങ്ങളെപ്പോലെ പാർലമെൻറ്റ് അതിന് വേദിയാക്കുന്ന ഈ നിസ്സംഗതയോട്, ഈ അരാഷ്ട്രീയവാദത്തോട്, ഈ ഒരു കാര്യക്രമങ്ങളോട് അറ്റത്തുണ്ട്. KSUവിൻ്റെ ഒരു നേതാവ് ശശി തരൂരിനെ കുറിച്ച് സംസാരിച്ചത്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഈ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി സമ്മതിക്കില്ല, തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ കാണാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന തരത്തിലാണ് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയായിരിക്കും കാണാൻ? ഒരു ജനപ്രതിനിധിയാണ്, തിരുവനന്തപുരത്ത് ജനപ്രതിനിധിയാണ്, ശരിയാണ്. VK കൃഷ്ണമേനോനെ തോൽപ്പിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. പഴയ രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ VK കൃഷ്ണമേനോൻ എന്നൊരു വിശ്വപൗരനെ ഏകദേശം 6 മണിക്കൂർ ഐക്യരാഷ്ട്രസഭയിൽ നിർത്താതെ പ്രസംഗിച്ച ഒരു വലിയ മനുഷ്യൻ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിന്ന്. അപ്പോൾ ഇവിടെ വോട്ടർമാരുടെ ഇടയിൽ വർഗീയമായിട്ടും ജാതീയമായിട്ടുമുള്ള ചേരിതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കടലോര മേഖലയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് ബെൽറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലമാണ് ഇത് പറയാനുള്ള കാരണം. പക്ഷെ ഒരുപാട് കാലമൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJP ജയിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. എല്ലാ മതക്കാരെയും എല്ലാ വിഭാഗക്കാരെയും എന്നും ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ നിൽക്കാമെന്നുള്ള അഹങ്കാരമാണ്. അതുകൊണ്ട് ശശി തരൂരിനെ കാണിച്ചു കൊടുക്കാം. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചാൽ ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് KSU നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ഒരു കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ചിന്ത അത്രത്തോളം കണ്ടാൽ മതി. ശശി തരൂർ ലോകം കണ്ട ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ലോകത്തെ ഇതര ഭാഗങ്ങൾ സഞ്ചരിച്ച ആളാണ്. ലോകത്തെ എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളുടെയും ലോകത്തെ ഏകാധിപത്യ രാഷ്ട്രങ്ങളുടെയും വരവും പോക്കും കണ്ട് പഠിച്ച ആളാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച്, നമ്മുടെ സോണിയെക്കുറിച്ചൊക്കെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കാൻ പറയണം. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മാംസമുണ്ടെന്നാണ് സോണിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം മടിയുന്നുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിൻ്റെ MP ആണെങ്കിൽ അദ്ദേഹം ശക്തമായ അഭിപ്രായം പറയാറുണ്ട്. അദ്ദേഹം BJP-കാരനല്ലല്ലോ, കോൺഗ്രസ്സുകാരനാണല്ലോ. പക്ഷെ തിരുത്തേണ്ടതിനെ തിരുത്തുന്നു, ഇല്ലേ? തിരുത്തേണ്ടതിനെ തിരുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി തൻ്റെ സംഭാവന, ഇതൊരു പാർലമെൻറ്റേറിയൻ എന്ന രീതിയിൽ തൻ്റെ സംഭാവന എന്ത്, ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ, സ്വാഭാവികമായും അദ്ദേഹം അത് ചെയ്യുന്നു. ഈ കിണറ്റിൽ കിടക്കുന്ന തവളയെപ്പോലുള്ള KSU-കാരന്, ഏതെങ്കിലും 5 or 10 കോളേജിന് ചുമതലയുള്ള KSU-കാരന് എന്ത് രാഷ്ട്രീയ ബോധമാണുള്ളത്? അവൻ ആരെങ്കിലും 10 പറഞ്ഞാൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എനിക്കൊരു സീറ്റ് കിട്ടാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയാണിത് പറയാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഗ്രൂപ്പിൻ്റെ അങ്ങേറ്റമാണല്ലോ കോൺഗ്രസ്. ഗ്രൂപ്പ് ഏതോ ഗ്രൂപ്പിൻ്റെ ഭാഗമായെന്നുകൊണ്ട് പറയുകയാണ്, ആരെ അടിച്ചാലാണ് എനിക്ക് എൻ്റെ വലതുകാൽ മുന്നോട്ട് വെക്കാൻ പറ്റുക?
ആരെ വെട്ടിയാലാണ് എനിക്ക് കയറാൻ പറ്റുക, ഈ ചിന്ത മാത്രം ആണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കണ്ടാൽ മതി KCക്കാരൻ്റെ ജൽപ്പനങ്ങളെ, അവജ്ഞയോടെ തള്ളിക്കളയുക എന്നുള്ളതാണ്. ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള FCRA ബിൽ, അപ്പോൾ ആ വിഷയത്തിൽ അവരെടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് JPC വിടാൻ തയ്യാറാണ് എന്ന് കേന്ദ്രം പറഞ്ഞപ്പോഴും JPC എന്നല്ല, പൂർണ്ണമായി ആ ബില്ല് റദ്ദ് ചെയ്യണം എന്നതാണ് പറയുന്നത്. അതായത് രാജ്യത്തിൽ ഏകദേശം ഒരു വർഷം 22,000 കോടി രൂപയാണ് വരുന്നത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട്. അതിന് കൃത്യമായ കണക്കുകളില്ല എങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷ എത്രത്തോളം അവതാളത്തിലാകുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കടക്കം അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്നൊരു സമീപനമുണ്ട്. അത് ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ, ഇന്ത്യ ഭരിച്ചിട്ടുള്ള പാർട്ടി ദീർഘകാലം, അങ്ങനെ ഒരു പാർട്ടി എന്ന നിലയിൽ ഇവർ ഇപ്പോൾ എടുക്കുന്ന സമീപനം ശരിയാണോ? ഇപ്പം നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പല നിയമ സംവിധാനങ്ങളും പുതിയ ബില്ലുകളും പഴയ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന അതിൻ്റെ കണ്ടൻ്റാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ട് FCRA കൊണ്ടുവരുന്നു? FCRA കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, മാന്യമായി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് GST എൻക്വയറി വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അനുസരിച്ച് നിങ്ങളുടെ വിദേശ നാണ്യത്തിൻ്റെ വരവ്, അതിന് കണക്ക് വേണം. നേരത്തെ 10 ലക്ഷം കോടി രൂപ നിങ്ങൾക്ക് വന്നാലോ, അല്ലെങ്കിൽ 10,000 കോടി രൂപ വന്നാൽ അതിൽ 5,000 കോടി രൂപ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല, അതിന് ഓഡിറ്റില്ല. മനസ്സിലായോ? കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ അതെ. പറ്റും. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന എത്രയോ ആളുകളുണ്ട്, പള്ളിയിലച്ഛന്മാർ 600 ഏക്കറും 700 ഏക്കറും 1000 ഏക്കറും സ്വന്തം പേരുകളിലാക്കിയ ആളുകളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, അഥവാ പറയേണ്ട സ്ഥലത്ത് അവർ വന്ന് ചോദിച്ചാൽ പറയാം. വ്യക്തിപരമായി അങ്ങനെ സമ്പന്നന്മാരായ ആളുകൾ, ബിലീവേഴ്സ് ചർച്ചിൻ്റെ മരിച്ചുപോയ ബിഷപ്പ് എങ്ങനെയാണ് ഇത്രയും സമ്പന്നനായത്? എവിടുന്ന അദ്ദേഹത്തിൻ്റെ പണം? ഒരു സാധാരണ തൊഴിലാളിയായി പ്രവർത്തനം തുടങ്ങിയ ആ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ബിഷപ്പ് സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ബിഷപ്പാണെന്ന്. സ്വയം അങ്ങനെ ആരോഹണം ചെയ്യുകയാണ്. എന്നിട്ട് ബിലീവേഴ്സ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണ്? ബിലീവേഴ്സ് ചർച്ചിൻ്റെ തമിഴ്നാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദിനകരനും സഹോദരനും ശതകോടികളുടെ ആസ്തിയാണ്. കോളേജ് പള്ളിയുടെ പേരിലല്ല, തമിഴ്നാട്ടിലെ കോളേജുകളൊന്നും, കോയമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ കോളേജിൽ പോയിട്ടുണ്ട്, കോളേജുകളൊന്നും പള്ളിയുടെ പേരിലല്ല, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലാണ്. അപ്പം ഈ വിദേശ നാണ്യം, വിദേശ പണം സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇടപാടുകൾ ഇങ്ങനെ തെറ്റായ രീതിയിലേക്ക് പോകുന്നു. അത് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക രംഗത്തെപ്പോലും നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ഇടപെടാൻ തയ്യാറായത്. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ സമ്പത്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ശക്തി കേന്ദ്രീകരിച്ചാലോ, ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീര് വന്നാലോ അത് നമ്മൾ എന്ത് ചെയ്യും? ചികിത്സിക്കില്ലേ? ആ ചികിത്സ അനിവാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള ഈ ശാക്തീകരണം എല്ലാ ഭാഗത്തും ഉണ്ടാവട്ടെ. കണക്ക് വെച്ചാൽ മതിയല്ലോ. എന്തിനാണ് 50% പേർക്ക് ഓഫീസ് എക്സ്പെൻസസ്? നിങ്ങൾ പറഞ്ഞ 22,000 കോടി രൂപ വരുമ്പോൾ 11,000 കോടി രൂപ ഓഫീസ് എക്സ്പെൻസസ് ഇനത്തിൽ പോയാലോ? അപ്പോൾ അത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഇത് ശിഥിലീകരണ ശക്തികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ മേഖലയിൽ കാണുന്ന അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണം ഇത്തരം ഫണ്ടുകളാണ്. ഇന്ന് നക്സലൈറ്റ് പോലുള്ള ജിഹാദി സംഘടനകൾ പോലുള്ള എല്ലാ ആളുകളും NGOയുടെ പേരിൽ കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നു. വയനാട് അട്ടപ്പാടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു NGOയെ നേരിട്ട് എനിക്കറിയാം. എത്രയോ കോടികൾ ചെലവഴിക്കുന്നു. അവരെന്തിനാ വരുത്തുന്ന പൈസ? നക്സലൈറ്റുകാരെ സഹായിക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രവിധ്വംസക ശക്തികൾ ഈ FCRAയുടെ പേരിൽ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 50,000 രൂപ കിട്ടിയാൽ 50,000 രൂപയുടെ കണക്ക് കാണിച്ചാൽ മതി. 5 ലക്ഷം രൂപ കിട്ടിയാൽ 5 ലക്ഷം രൂപയുടെ കണക്ക് കാണിച്ചാൽ മതി. 50 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് 80% നിങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം, 20% നിങ്ങളുടെ ഓഫീസ് എക്സ്പെൻസസിന് ഉപയോഗിക്കാം. പുതിയ ഒരു ബില്ലിലെ വ്യവസ്ഥ ഏതാണ്? 20% പോരെ? അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിനെ നശിപ്പിക്കാനുള്ള, ശിഥിലീകരണ ശക്തികളെ സഹായിക്കാനുള്ള നിലപാടുകൾ കാലാകാലങ്ങളായി കോൺഗ്രസ് സ്വീകരിക്കുന്നു. അതിൻ്റെ ബാക്കിയാണ്. കേരളത്തിൽ ഇപ്പോൾ വന്ദേമാതരം പാടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മന്ത്രിമാരെന്താ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ശിഥിലീകരണ ശക്തി എങ്ങനെയെങ്കിലും അധികാരത്തിൽ പിടിച്ചു നിൽക്കണം.
രാജ്യം നശിച്ചാലും അധികാരത്തിൽ കയറി പറ്റണം എന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചിന്താഗതിക്ക് നേരെയായിരുന്നു ശശി തരൂരിന്റെ ആ വിമർശനം. തീർച്ചയായിട്ടും രാഷ്ട്രമുണ്ടെങ്കിലേ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരുപിടി മണ്ണ് വേണം, അതിൻ്റെ പേര് രാഷ്ട്രം. ഈ രാഷ്ട്രം ചിരന്തരമായ ഒരു ശൈലി സ്വീകരിച്ചു വന്ന രാഷ്ട്രമാണ്. അതിന് മുന്നോട്ട് പോയേ പറ്റൂ, പ്രയാണമാണ്. ഇവിടുത്തെ പൗരന്മാർ, ഇവിടുത്തെ ജനത ജീവിച്ചിരിക്കുന്നിടത്തോളം ആ രാഷ്ട്ര സ്വരൂപം ഒരു കേടും കൂടാൻ മുന്നോട്ട് പോകണം. ആ രാഷ്ട്ര സ്വരൂപം കേടുകൂടാൻ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ അടക്കമുള്ള എല്ലാ ഭരണകൂട സംഘടനകളും അനുകൂല വിഭാഗങ്ങളും ഒരുപോലെ പ്രവർത്തിക്കണം. ജുഡീഷ്യറി ആണെങ്കിലും ശരി, എക്സിക്യൂട്ടീവ് ആണെങ്കിലും ശരി, ലെജിസ്ലേറ്റീവ് ആണെങ്കിലും ശരി, എല്ലാ മേഖലകളും ഒരുപോലെ പ്രവർത്തിക്കണം. നാലാം തൂണെന്ന് പറയുന്ന മാധ്യമം ഇന്നെങ്ങോട്ടാണ് പോണത്? അവിടെ പോലും കേരളത്തിൽ മാത്രം 166 പത്രപ്രവർത്തകർ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 166 പത്രപ്രവർത്തകർ. അപ്പം ദേശീയതല്ല, താങ്കൾ പറഞ്ഞ മാതിരി ദേശീയതല്ല, രാഷ്ട്രമല്ല, എങ്ങനെയെങ്കിലും അധികാരത്തിൽ പിടിച്ച് കടിച്ചു തൂങ്ങിക്കിടക്കണം, എങ്ങനെയെങ്കിലും കുറേ സമ്പത്ത് ഉണ്ടാക്കണം. ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിന്ത എനിക്കെങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും രാജ്യമാണ് ഏറ്റവും പ്രധാനം, രാജ്യത്തിലെ ജനങ്ങളാണ് ഏറ്റവും പ്രധാനം. അത് നിലനിന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് പ്രാധാന്യമുള്ളൂ. അധികാരത്തിനപ്പുറം രാജ്യം എന്ന ചിന്താഗതിയാണ് ഏറ്റവും അധികം വേണ്ടത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് നേരെ ശശി തരൂർ അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.